ചരക്ക് കപ്പലുകളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഡെക്ക്, എഞ്ചിൻ, ഇലക്ട്രിക്കൽ, ഗാലി. അതിൽ നമുക്ക് ഡെക്ക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന റാങ്കുകൾ നോക്കിയാൽ ഡെക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു കപ്പലിന്റെ നാവിഗേഷൻ ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള അക്കോമഡേഷൻ ഏരിയ, അതുപോലെ തന്നെ കാർഗോ ഓപ്പറേഷൻസ് ഏരിയ, കപ്പലിന്റെ പുറമേയുള്ള എല്ലാ ഭാഗങ്ങളെയും ഡെക്ക് സൈഡ് എന്നാണ് പറയുന്നത്. ക്യാപ്റ്റൻ ഓർ മാസ്റ്റർ. ഒരു കപ്പലിലെ ഓവറോൾ ഇൻചാർജ് വരുന്നത് ക്യാപ്റ്റനാണ്. എല്ലാ അധികാരങ്ങളുള്ള ക്യാപ്റ്റൻ തന്നെയാണ് ഡെക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും. ക്യാപ്റ്റൻ തന്നെയാണ് കപ്പലിന്റെ സേഫ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത്. അടുത്തതായി വരുന്നത് ചീഫ് ഓഫീസർ അഥവാ ചീഫ് മെയ്റ്റ്. ചീഫ് ഓഫീസറിനെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്നും കൂടി വിളിക്കാറുണ്ട്. കപ്പലിലെ നാവിഗേഷൻ വാച്ച്, കാർഗോ ഓപ്പറേഷൻസ്, ക്രൂ മാനേജ്മെന്റ്, ഡെക്ക് മെയിൻ്റെനൻസ് എന്നിവയാണ് ചീഫ് ഓഫീസറുടെ കീഴിൽ വരുന്നത്. ചീഫ് ഓഫീസർ തന്നെയാണ് ഡെക്ക് റേറ്റിംഗ്സിന് ദിവസേനയുള്ള ജോലികളും കൊടുക്കുന്നത്. അടുത്തതായി സെക്കൻഡ് ഓഫീസർ അഥവാ സെക്കൻഡ് മെയ്റ്റ്. കപ്പലിന്റെ മുന്നോട്ടുള്ള യാത്രകൾക്കുള്ള നാവിഗേഷൻ പ്ലാനിംഗ് തയ്യാറാക്കുക, നാവിഗേഷൻ വാച്ച് കീപ്പിംഗ്, കാർഗോ ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ കപ്പലിലെ ഒരു കുഞ്ഞു ഡോക്ടർ കൂടിയാണ് സെക്കൻഡ് ഓഫീസർ. ഒരാൾക്ക് ശാരീരികമായി എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ പരിശോധിച്ച് വേണ്ട മരുന്നുകൾ നൽകുന്നത് സെക്കൻഡ് ഓഫീസറാണ്. തേർഡ് ഓഫീസർ അഥവാ തേർഡ് മെയ്റ്റ്. സെക്കൻഡ് ഓഫീസറിന്റെ താഴെ വരുന്ന ഒരു റാങ്കാണ് തേർഡ് ഓഫീസർ. നാവിഗേഷൻ വാച്ച് കീപ്പിംഗ് ഡ്യൂട്ടീസ്, കാർഗോ ഓപ്പറേഷൻ ഡ്യൂട്ടീസ്, അതുപോലെ കപ്പലിലെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ്, ലൈഫ് സേവിംഗ് അപ്ലയൻസസ് എന്നിവയുടെ ഇൻചാർജ് വരുന്നതും തേർഡ് ഓഫീസറിനാണ്. അടുത്തതായി വരുന്നത് ഡെക്ക് കേഡറ്റ്. ഡെക്ക് കേഡറ്റിന് യാതൊരുവിധ റെസ്പോൺസിബിൾ ഡ്യൂട്ടീസും കപ്പലിലില്ല. ഇതൊരു ട്രെയിനിങ് പീരീഡാണ്. മുതിർന്ന റാങ്കിലുള്ളവരെ അവരുടെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യുക, വാച്ച് കീപ്പിംഗ് ഡ്യൂട്ടീസ്, കാർഗോ ഓപ്പറേഷൻ ഡ്യൂട്ടീസ് എന്നിവ പഠിച്ചെടുക്കുക. കൂടാതെ ഡെക്ക് മെയിൻ്റനൻസ് ജോലികളിലും ഹെൽപ്പ് ചെയ്യുക. തുടർന്ന് എക്സാം എഴുതാനുള്ള സീ സർവീസ് പൂർത്തിയാക്കിയാൽ സെക്കൻഡ് മേറ്റ് എക്സാം എഴുതി ക്ലിയർ ചെയ്ത് ഒരു തേർഡ് ഓഫീസർ റാങ്കിലേക്ക് വരാവുന്നതാണ്. ഇനി നമുക്ക് ഡെക്ക് റേറ്റിംഗ്സിലോട്ട് വരാം. ബോസൻ. ഡെക്ക് റേറ്റിംഗ്സിന്റെ ഒരു ലീഡറാണ് ബോസൻ. ചീഫ് ഓഫീസർ ബോസനാണ് എല്ലാ ദിവസവുമുള്ള ജോലികൾ കൈമാറുന്നത്. അത് തൻ്റെ കൂടെയുള്ള ഡെക്ക് റേറ്റിംഗ്സിനെ കൂടെ നിർത്തി പൂർത്തീകരിക്കുക. മെയിനായിട്ട് വരുന്നത് ഡെക്ക് എക്യുപ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, മൂറിംഗ് ഓപ്പറേഷൻസ്, ചിപ്പിംഗ്, പെയിൻറ്റിംഗ്, കാർഗോ ഹോൾഡ് ക്ലീനിങ് എന്നിവയാണ്. അടുത്തതായി വരുന്നത് ഡെക്ക് ഫിറ്റർ. കപ്പലിലെ ഒരു സ്കിൽഡ് ജോബാണ് ഡെക്ക് ഫിറ്ററിൻ്റേത്. വെൽഡിംഗ്, ഫിറ്റിംഗ്, കട്ടിംഗ് എന്നിങ്ങനെ ഷിപ്പിൻ്റെ ഡെക്ക് സൈഡിൽ വരുന്ന അറ്റകുറ്റപ്പണികൾ തൻ്റെ സ്കില്ല് ഉപയോഗിച്ച് പൂർത്തീകരിക്കുക എന്നതാണ് ഡെക്ക് ഫിറ്ററിൻ്റെ ജോലി. അടുത്തതായി ഏബിൾ സീമാൻ. രാത്രി നാവിഗേഷൻ വാച്ചിന് ഡെക്ക് ഓഫീസറിനെ ഹെൽപ്പ് ചെയ്യുക. റഫ് വെതർ ട്രാഫിക് സമയങ്ങളിൽ സ്റ്റിയറിംഗ് മാനുവൽ ഓപ്പറേഷൻ മോഡിലായിരിക്കും വെക്കുക. സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യുന്നത് ആണ്. കൂടാതെ കാർഗോ വാച്ച്, മൂറിംഗ് ഓപ്പറേഷൻസ്, ബോസന്റെ കൂടെയുള്ള ഷിപ്പ് മെയിൻ്റെനൻസ് ജോലികളും ഉൾപ്പെടും. അടുത്തതായിട്ട് വരുന്നത് ഓർഡിനറി സീമാൻ. ബോസന്റെ കൂടെ ഡേ വർക്കിലാണ് വരുന്നത്. ഷിപ്പ് മെയിൻ്റെനൻസ് ജോലികൾ, മൂറിംഗ് ഓപ്പറേഷൻസ്, കാർഗോ വാച്ച് എന്നിങ്ങനെയാണ് OSന്റെ ജോലികൾ വരുന്നത്. ലാസ്റ്റായി ട്രെയിനി ഇതൊരു ട്രെയിനിങ് പീരീഡ് ആണ്. അതുകൊണ്ട് ബോസന്റെ കൂടെ ഡേ വർക്കിൽ ഡെക്ക് മെയിൻ്റെനൻസ് ജോലികളിൽ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ട്രെയിനി OSന്റെ ജോലി.